ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ഞാനും മുത്തുചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ട്, എൻ്റെ കെട്ടിയനും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി വണ്ടിയിലോട്ട് കയറിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ലുലു മാളിക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഓഫർ ഇപ്പം ഇല്ല, എന്നാലും അവിടെ സാധനങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ അവിടെ പോയിരുന്ന സാധനങ്ങളൊക്കെ മേടിക്കില്ലേ, എപ്പോഴും ഇല്ല വല്ലപ്പോഴടിയൊക്കെ നമ്മളവിടെ പോയി മേടിക്കൽ. കുറേ ക്വാണ്ടിറ്റി സാധനങ്ങൾ എടുക്കാനുള്ളപ്പോൾ നമ്മൾ അവിടെ പോയിട്ടോ എടുക്കൽ. അപ്പോൾ അത് നമ്മളിതാ അവിടെ എത്തിയിട്ട് കുട്ടികളൊക്കെ ടോയ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പുറകെയൊക്കെ പോയപ്പോൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഫുള്ള് വന്ന് ആദ്യം കുറച്ച് നേരം ഇങ്ങനെ കണ്ടു, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിങ്ങനെ നടന്നു. സത്യമായി നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അത് അവിടെ നിന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് നടക്കണ്ടേ, ഇപ്പുറത്ത് 2 വീലറിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി വരാം. അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ ട്രോളി എടുത്തിട്ട് പിന്നെ അകത്തോട്ട് കയറി. പിന്നെ നമുക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് പിന്നെ ആകെ ഒരു പ്രാന്തൻ കാട്ടിൽ കയറിയ പോലത്തെ ഒരു ഫീലാണ്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ട്. കുഞ്ഞിനെ ആദ്യമേ എടുത്ത് നമ്മളങ്ങ് ട്രോളിയിൽ ഇരുത്തിയിട്ട് പിന്നെ നമ്മൾ നോക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഓഫറില്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കും. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ലാഭമുള്ളതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കാണ്. പക്ഷേ ഇപ്പം നിലവിൽ പുറത്ത് വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. 500 സംതിങ് എന്തോ കിട്ടും, ഇവിടെ 450 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എടുത്തില്ല. വെളിച്ചെണ്ണയിലേ വാങ്ങിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ അത് എടുത്തില്ല. കാരണം എന്തിനാ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കല്ലേ സാധനം മേടിക്കുന്നത്. പിന്നെ ഞാൻ അതെടുത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഫുഡ് എന്ന് വെച്ചാൽ അവിടുത്തെ 1/4 പീസ് ബ്രോസ്റ്റഡ് കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മൾ പോയി നോക്കി, അപ്പോൾ സാധനമില്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഉണ്ടാവുമെന്ന്. അപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞു പോയതാണ്, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ സാധനം റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നാണ് ആ സാധനം നമ്മൾ മേടിച്ചത്. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇവിടെ ഏട്ടൻ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുക കേട്ടോ. കുഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വികൃതി കാണിക്കുന്നുണ്ട്. മുത്തുചേച്ചി ഓൾറെഡി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ ഏട്ടനാട്ടോ നോക്കിയത്. ഞാനും പിന്നെ സാധനങ്ങൾ പറക്കുമായിരുന്നു. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നെന്ന് ബില്ലൊക്കെ അടിച്ചു. ഓരോ സാധനങ്ങൾ മുത്തുചേച്ചി പറഞ്ഞു രണ്ടായിട്ട് അടിക്കുക, അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തുചേച്ചിയുടെ സാധനം നമ്മുടെ സാധനം ഇങ്ങനെ സെപ്പറേറ്റ് മേടിച്ചിട്ട് നമ്മൾ താഴേന്ന് 1/4 പീസൊക്കെ മേടിച്ചില്ലയോ, അതൊക്കെ കൊണ്ട് നമ്മൾ മേലേക്ക് വരും. മനസ്സിലായില്ലേ? മുകളിലത്തെ ഫുഡ് കോർട്ടിനെയും കാട്ടി അഫോർഡബിൾ എനിക്ക് തോന്നുന്നത് ഹൈപ്പർ മാർക്കറ്റിലുള്ള ഫുഡാണ്. നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയും 1/4 പീസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മേളിൽ വന്നിരുന്ന് ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ആ കഴിക്കുന്നവർ നമ്മൾ ട്രോളി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടോക്കൺ തന്നിട്ട് അവിടെ സേഫാക്കി വെച്ചോളും. എന്നിട്ട് അവിടെ നേരെ നമ്മൾ വണ്ടിയിലേക്ക് വന്നു. സാധനങ്ങളെല്ലാം ഇറക്കി വണ്ടിയുടെ ഡിക്കിയിലിട്ടു. കാരണം ഒരു കവറിന് നമ്മൾ 20 രൂപയോ 30 രൂപയോ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നതാണല്ലേ, നമുക്ക് അവർ കൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യൽ. സാധനം കൊണ്ടുവന്നിട്ട് നേരെ ഡിക്കിയിനകത്ത് കയറ്റിയിട്ട് എന്തായാലും വീട്ടിലോട്ടല്ലേ വരുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടിയിലകത്തോട്ട് കയറ്റി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഫുഡൊക്കെ അടിച്ച് ഫുള്ള് കറങ്ങിയാണെന്ന് ടയേർഡായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ നിന്ന്. അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇപ്പം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വരും വരെ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.